പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യജീവൻ്റെ വിലയെക്കുറിച്ച് ഏറ്റവും അധികം ബോധ്യമുള്ള ഒരു അമ്മയായ, വിശുദ്ധയായ, ധീരയായ ഒരു ചെറുപ്പക്കാരിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ കേൾക്കുക. ദേവദാസി ക്യാര കോർബെല്ല പെട്രിലോ. നമുക്ക് ഏവർക്കും പരിചയമുണ്ടായിരിക്കും വിശുദ്ധ ജിയന്ന ബറേറ്റ മോളയെക്കുറിച്ച്. ഏകദേശം അതുപോലെ തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനു വേണ്ടി ജീവൻ ഹോമിച്ച ഒരു അമ്മയാണ് കിയാരയും. കിയാര ജനിച്ചത് 1984 ഇറ്റലിയിലാണ്, റോമിൽ ആണ് ജനിക്കുക, ജനുവരി 9 കിയാരയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളുടെ ഒരു ചെറുപ്പകാലം മുതൽ അവളുടെ ജീവിതം ചെലവഴിച്ചത് തൻ്റെ മൂത്ത സഹോദരി എലിസയോടൊപ്പമാണ്. എലിസയോടൊപ്പം താമസിക്കുമ്പോൾ അവൾ വളരെ ആഴമായ ദൈവവിശ്വാസത്തിൽ ആയിരുന്ന ഒരു കുട്ടിയും അവരുടെ കുടുംബം മുഴുവനും ആഴമായ ദൈവവിശ്വാസത്തിലുള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിയാരയെ ഏറ്റവും അധികം വിശ്വാസത്തിൽ വളർത്തുവാനായിട്ട് എലിസ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ കിയാരയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കൂടുതലും തൻ്റെ ചേച്ചിയോടും കുടുംബത്തോടും ഒപ്പമായിരുന്നു. അങ്ങനെ അവൾ തൻ്റെ ആ ഒരു തൻ്റെ യുവത്വത്തിലേക്ക് കടന്ന സമയത്ത് തന്നെ അവൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും അതോടൊപ്പം തന്നെ സ്വതന്ത്രമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ആയിട്ടൊക്കെ അവൾ പ്രാപ്തിയായി തീർന്നു. ഇതോടൊപ്പം തന്നെ അവൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മനോഭാവം, എല്ലാവരോടും ഒരു അനുകമ്പ ഉള്ള ഒരു മനോഭാവം അവൾ വളർത്തിയെടുക്കുകയും ചെയ്തു. അവളുടെ ആ ഒരു യുവത്വം എന്ന് പറയുന്നത് അവൾ കൂടുതലും തൻ്റെ കൂട്ടുകാരോടൊപ്പം, പ്രത്യേകിച്ച് അവൾ ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അവളുടെ ഒരു പ്രാർത്ഥനാ ജീവിതവും സമൂഹ ജീവിതവും ഒക്കെ എല്ലാം കൂടുതലും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. അങ്ങനെ കിയാരയുടെ ജീവിതത്തിലൊരു പ്രധാന സംഭവം നടക്കുന്നത് 2002 അന്ന് അവൾ ഈ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളും തൻ്റെ ചേച്ചിയുടെ ഒക്കെ ഒപ്പം അവൾ മെഡ്ജുഗൂറിയിലേക്കൊരു പിൽഗ്രിമേജ്, ഒരു തീർത്ഥാടന യാത്ര പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു തീർത്ഥാടനത്തിൽ വെച്ചാണ് അവൾ എൻറിക്കോയെ കണ്ടുമുട്ടുന്നത്. എൻറിക്കോയെ ഇതുപോലെ തന്നെ തൻ്റെ തൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള കൂട്ടുകാരുമായി അവിടെ മെഡ്ജുഗോറിയയിൽ തീർത്ഥാടനത്തിന് എത്തിയതായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ കണ്ടുമുട്ടുകയും അവരുടെ സൗഹൃദം അവിടെ നിന്ന് പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവൾക്ക് എത്രത്തോളം ഈ ഒരു സുഹൃത്ത് ബന്ധം എത്രത്തോളം നന്നായി പോകുമെന്നൊന്നും അവൾക്കറിയില്ല. പക്ഷേ അവളുടെ എങ്ങനെയാണ് പറയുക, അന്ന് എൻറിക്കോയുടെ കൂടെ ആയിരുന്ന സമയത്തെല്ലാം എൻറിക്കോയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാമായിരുന്നില്ല എങ്കിൽ കൂടിയും അവൾക്ക് ഇങ്ങനൊരു തോന്നൽ ഉണ്ടായി. അതായത് തൻ്റെ ഭാവി ഭർത്താവിൻ്റെ ഓടൊപ്പമാണ് താനിപ്പോൾ തൻ്റെ സമയം ചെലവഴിക്കുന്നെന്നുള്ളൊരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം അവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഏകദേശം ഒരു 8 വർഷത്തോളം മുന്നോട്ട് പോയി എന്നാണ് പറയുക. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഈ ഒരു ബന്ധത്തിലും ഉണ്ടായിരുന്നു. ഈ ഒരു ബന്ധം വിട്ടപ്പോൾ തന്നെ അവൾക്ക് തോന്നി, ഇത് ശരിക്കും ദൈവഹിതമാണോ, ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് കിയാരയുടെ മനസ്സിൽ അന്ന് കടന്നുകൂടി. അവൾ ശരിക്കും ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെ ദൈവത്തോട് ആലോചന ചോദിക്കാനും ഒക്കെ അവൾ പരിശ്രമിച്ചിരുന്നു. എന്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്തയൊക്കെ അവളുടെ മനസ്സിലുണ്ട്. അതിനുശേഷം കർത്താവുമായിട്ട് ആലോചിച്ച് അവൾക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടിയതിന് ശേഷം ഇവർ 2002 പരിചയപ്പെടുന്നു. 2008 ഇവരുടെ വിവാഹം നടക്കുകയും ചെയ്യുന്നു. അവൾക്ക് ഇത് തന്നെയാണ് കർത്താവ് തനിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന വ്യക്തിയെന്ന് അവൾക്ക് രണ്ടുപേർക്കും ഉത്തമമായൊരു ബോധ്യം ലഭിക്കുകയും അവർ വിവാഹിതരായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ വിവാഹം കഴിച്ച് അവരുടെ ആദ്യത്തെ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ആദ്യത്തെ പ്രഗ്നൻസി ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ പലരും അവരുടെ അടുത്ത് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്, ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ അവൾക്ക് നല്ലൊരു ഉറച്ച മനുഷ്യജീവൻ്റെ വില എത്രത്തോളമെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു തരത്തിലും തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെടുത്തണമെന്നൊന്നും അവൾക്ക് ഒട്ടും തന്നെ തോന്നിയിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു എൻറിക്കോയ്ക്കും. അങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. പക്ഷേ ഈ ഒരു പ്രഗ്നൻസി അവർ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കറിയാം ഇവരുടെ വിവാഹം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം
അവരൊരുമിച്ചുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവൾക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകാനായിട്ട് അവർ രണ്ടുപേരും നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവർക്കൊരു വീടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വീട് അന്വേഷിച്ച് ഇവർ ഒരു വീട് കണ്ടെത്തി. അപ്പോൾ ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുക. ഇങ്ങനെ അതിൻ്റെ അകത്ത്, ആ വീടിൻ്റെ അകത്ത് ഇങ്ങനെ അതിലുണ്ടായിരുന്ന ദമ്പതികളിങ്ങനെ മിഷൻ യാത്രകൾ പോയതിൻ്റെ ചിത്രങ്ങളും അതൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഈ ഒരു ഭവനം കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിയതാണെന്നൊരു തോന്നൽ ഉള്ളിലുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവൾ ആ ഒരു വീട്ടിൽ ചെന്ന് അതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് അവർ ആ വീട് കണ്ടു. അത് ഉറപ്പിച്ച് പോരുന്ന സമയത്ത് അദ്ദേഹം ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നുണ്ട്. അത് അയാൾ പറയും, അത് എൻ്റെ ഭാര്യയുടെ വിസിറ്റിംഗ് കാർഡാണ്. അവർ ഇങ്ങനെ ഗൈനക് വിഭാഗത്തിലുള്ളതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി തരുന്നതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഈ ഒരു പ്രഗ്നൻസി ആയ സമയത്ത് ആരെയും കാണിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ കർത്താവ് തന്നെ കൊണ്ട് തങ്ങൾക്കൊരു വഴി കാണിച്ചു തരുന്ന പോലെയായിരുന്നു ആ ഒരു വിസിറ്റിംഗ് കാർഡ്. അങ്ങനെ അവളുടെ ആദ്യത്തെ ചെക്കപ്പൊക്കെ അതിനുശേഷം അവരുടെ അടുത്ത് പോയി കണ്ട് നടത്തുന്നുണ്ട്. അങ്ങനെ ചെക്കപ്പ് കഴിഞ്ഞു. ആ ഒരു ഇതിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതായത് അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് അതൊരു പെൺകുട്ടിയാണെന്ന് അവർ കണ്ടെത്തുന്നുണ്ട് സ്കാനിങ്ങിൽ. അതിനുശേഷം അവർ പിന്നെ ആ ഒരു സ്കാനിങ് റിസൾട്ട് നോക്കി ഡോക്ടറിൻ്റെ മുഖം മാറുന്നതൊക്കെ കിയാര ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ചോദിക്കുമ്പോൾ കിയാര പറയുന്നുണ്ട്, ഡോക്ടർ പറയുന്നു, ഇത് കുഞ്ഞിന് പെൺകുട്ടിയാണ്, പക്ഷേ അവൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് അവളുടെ ഒരു തലയോട്ടിയൊന്നും നേരെ ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടർ കിയാരയോട് പറയുന്നുണ്ട്. അങ്ങനെ കിയാരയ്ക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവളുടെ മനസ്സ് തകർന്ന് അവൾ ഇരിക്കുകയാണ്. ആദ്യത്തെ കുഞ്ഞാണ്. അപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷയോടെ ദൈവഹിതത്തിനോട് ഇത് ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ യെസ് പറഞ്ഞ് എടുത്ത ഒരു വിവാഹം കൂടിയാണ്. അപ്പോൾ എന്നിട്ട് പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൾ വളരെയധികം വിഷമിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് അവൾക്കിത് എങ്ങനെ എൻറിക്കോയുടെ അടുത്ത് പറയണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻറിക്കോ ഇത് ഏത് രീതിയിൽ ഈ ഒരു കാര്യം എടുക്കും, കുഞ്ഞിനെ കളയാമെന്ന് പറയുമോ? അപ്പോൾ ഡോക്ടർ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ടാണ് സജഷൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവളുടെ ആ ഒരു മനസ്സിലെ എത്തിക്സ് അനുസരിച്ച് അത് കുഞ്ഞിനെ കളയാനായിട്ട്, നശിപ്പിക്കാനായിട്ട് അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവൾ ഈ മനസ്സിലെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് അവളുടെ നോട്ടം പെട്ടെന്ന് അവിടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഫോട്ടോയിൽ പതിയുന്നത്. അപ്പോൾ ദൈവം തന്നെ അവളോട് സംസാരിക്കുകയായിരുന്നു അതിലൂടെ. അതായത് പരിശുദ്ധ കന്യാമറിയവും ഇതേ ഒരു ഫേസിലൂടെ കടന്നു പോയതാണ്. അതായത് കന്യാമറിയത്തിൻ്റെ ആ ഒരു വിവാഹാലോചന നടന്ന ആ ഒരു സമയത്താണ് മാലാഖ വന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാണെന്ന് പറയുന്നത്. അപ്പോൾ വിവാഹം നടന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധ കന്യാമറിയം ഇതേ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ, അതായത് ജോസഫിനെ ഈ ഒരു കാര്യം അറിയിക്കാനായിട്ട് മാതാവും വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. അത് കൂടാതെ തന്നെ യേശുവിനെ കുരിശുമരണത്തിൽ നഷ്ടപ്പെടും, തനിക്ക് ബലിയായി നൽകേണ്ടി വരുമെന്നുള്ളൊരു കാര്യവും തനിക്കറിയാം. അപ്പോൾ ഇതുപോലെ തന്നെ ആണ് കിയാരയുടെ അവസ്ഥയും. അതായത് കുഞ്ഞിനെ താൻ തുടർന്നുകൊണ്ടുപോകാൻ, ഈ ഒരു പ്രഗ്നൻസി തുടർന്നുകൊണ്ട് പോകുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ എന്തായാലും തനിക്ക് എത്രത്തോളം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കിയാരയും നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു സമയത്ത് കർത്താവ് ശരിക്കും അവളോട് സംസാരിക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. അവൾക്ക് ആ ഒരു ബോധ്യം അവളുടെ മനസ്സിൽ കിട്ടിയ ഉടനെ തന്നെ അവൾക്ക് ആ ഒരു ധൈര്യം സംഭരിച്ചു. അവൾക്ക് ആ ധൈര്യം ദൈവം കൊടുത്തു. അവൾ എൻറിക്കോയെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻറിക്കോ ആദ്യമേ കണ്ട ഉടനെ ഇവളോട് ആദ്യം ചോദിക്കുന്നുണ്ട്, എന്താണ് റിസൾട്ട്, എന്താണ് സ്കാനിങ് റിസൾട്ട് എന്താണ്? അപ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും പെൺകുട്ടിയാണ്. ആദ്യത്തെ പ്രാവശ്യം അവൾ നുണ പറയും. അവൾ പറയും പിന്നെ സ്കാനിങ് മെഷീൻ എന്തോ കംപ്ലൈൻ്റ് ആണ്, ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ അതിന് ശേഷമാണ് അവളിങ്ങനെ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും പിന്നീട് അവൾ അതിനുശേഷം എൻറിക്കോയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടോടനെ എൻറിക്കോ ഒരുപക്ഷെ ബ്രേക്ക് ഡൗൺ ആവും എന്നാണ് അവൾ കരുതിയത്. പക്ഷേ എൻറിക്കോ അത് വളരെ സമചിത്തതയോടെ സ്വീകരിക്കുകയും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻറിക്കോ പറയുന്നു, ഇത് നമ്മുടെ കുഞ്ഞാണ്,
നമ്മൾ ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നു, അവളെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കിയാരയെ സമാധാനിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നു. അങ്ങനെ ഇവർ ഈ ഒരു പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുന്നു. കുഞ്ഞിന് എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാലും ഇത് ഒന്നും ചെയ്യുന്നില്ല, കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നില്ല തീരുമാനത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ സമയത്താണ് അവർ ഡോക്ടർ ഡാനിയലെ പരിചയപ്പെടുന്നതും അവരെ കൺസൾട്ട് ചെയ്യാനൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ കിയാരയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രഗ്നൻസി സ്വന്തമായിട്ട് തന്നെ വേറെ മറ്റാരെയും അറിയിക്കാതെ സ്വന്തമായി തന്നെ കൊണ്ടുപോകണം, അധികം ആരും കാണണ്ട, അറിയണ്ട, സംസാരിക്കേണ്ട എന്നൊരവസ്ഥയിലാണ് ആയിരുന്നു കിയറയുടെ മനസ്സിൽ. പക്ഷേ കിയറയുടെ വയറൊന്ന് അതിനെ സമ്മതിക്കുന്നില്ലായിരുന്നു. അത് വലിയ വയറായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും ബോയ് ഓർ ഗേൾ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അവൾ ഗേൾ എന്ന് പറയും, പക്ഷേ പിന്നീടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഡോക്ടർ ഡാനിയലെ കണ്ടതാണ് മറ്റൊരു എൻകൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാനിയൽ ഡോക്ടർ പറയും, ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നിന്നോട് ഇത് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനേ പറയുള്ളൂ, പക്ഷേ ഒരു അമ്മ എന്ന നിലയിൽ നീ എടുത്ത തീരുമാനം വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് കിയാറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഇതുപോലെ ചില സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബവും എല്ലാം കിയാറയോടൊപ്പം ഈ ഒരു പ്രഗ്നൻസിക്ക് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഡെലിവറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ശരിക്കും വിചാരിച്ചിരുന്ന ഇതൊരു സിസേറിയൻ ചെയ്ത് എടുക്കണമെന്നായിരുന്നു ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ കിയാറയ്ക്ക് ഇതൊരു നോർമൽ ഡെലിവറി തന്നെ വേണമെന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡെലിവറിയുടെ ദിവസങ്ങളൊക്കെ ആയി. ഞാൻ ഡെലിവറിയുടെ ടൈം ആയപ്പോൾ ഡോക്ടേഴ്സും കൂടെ ഉണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റാഫ് എല്ലാവരും പറഞ്ഞു ഇത് ഫസ്റ്റ് ഡെലിവറിയാണ്, അപ്പോൾ സ്വാഭാവികമായും ഒരുപാട് മണിക്കൂറുകൾ എടുക്കും, അപ്പോൾ സിസേറിയൻ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇതിലെന്തെങ്കിലും നോർമൽ ഡെലിവറിക്ക് സാധ്യതയുള്ളതായിട്ട് അവർ കാണുന്നില്ല എന്ന് പറയും. പക്ഷേ കിയാറ ബോൾഡായിരുന്നു അവളുടെ ഒരു തീരുമാനത്തിൽ. അങ്ങനെ അവൾ ആ ഒരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോയി. ഇവരിത് പറഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോൾ തന്നെ അവളുടെ ഇത് ഡയലേറ്റ് ചെയ്തു, ഒരു 6 സെൻറ്റിമീറ്റർ ഡയലേഷൻ അവൾ കാണിച്ചു. അങ്ങനെ ഒരു 2 മണിക്കൂറിനകം തന്നെ നോർമൽ ഡെലിവറി സംഭവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് കുഞ്ഞിനെ അവർ മരിയ എന്നാണ് പേരിട്ടത്. കിയാറയും എൻറിക്കോയും സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ അവർ കൈകളിൽ സ്വീകരിക്കുന്നു. കിയാര തന്നെ ഈ ഒരു ഡെലിവറിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ അവൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്രകാരമാണ്, ഒരു വണ്ടർഫുൾ ടൈം, ഒരു വണ്ടർഫുൾ ഡെലിവറി എന്നാണ് അവൾ പറയുക. ആ ഒരു അരമണിക്കൂർ, കുഞ്ഞിൻ്റെ ജീവൻ ഒരു അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്നാണ് കിയാര പറയുന്നത്. അതുപോലെ തന്നെ എൻറിക്കോ കുഞ്ഞിനെ കയ്യിൽ എടുത്തപ്പോൾ, മരിയയെ കയ്യിലെടുത്തപ്പോൾ ഒരു പ്രൗഡ് ഫാദർ, ഒരു പിതാവിനെ പോലെ, ഒരു തൻ്റെ കുഞ്ഞിൽ അഭിമാനിക്കുന്ന ഒരു പിതാവിനെ പോലെയാണ് കുഞ്ഞിനെ കയ്യിൽ സ്വീകരിക്കുന്നതെന്ന് കിയാര തന്നെ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ മരിയയ്ക്ക് ഇത്രയും നല്ലൊരു പിതാവിനെ അവൾക്ക് കിട്ടി, ഇതിനേക്കാൾ അധികമായിട്ട് അവൾക്ക് വേറെ ഒന്നും കിട്ടാനില്ല എന്നാണ് എൻറിക്കോയെക്കുറിച്ചും കിയാര പറയുന്നത്. അങ്ങനെ ഈ കുഞ്ഞിനെ അവർക്ക് ജസ്റ്റ് ഒരു അരമണിക്കൂറേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിൻ്റെ സ്കള്ള്, അതായത് തലയോട്ടി കുറച്ച് അതിൽ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, മാൽഫോംഡ് എന്നാണ് പറയുക. അപ്പോൾ അത് മാൽഫോംഡ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞിന് അധികം നേരം ആയുസ്സിലായിരുന്നു. പക്ഷേ ആ ഒരു സമയം തന്നെ അവർ കുഞ്ഞിനെ മാമോദീസ നടത്തി. ഈ ഒരു അരമണിക്കൂർ കർത്താവ് ആ കുഞ്ഞിൻ്റെ ജീവനോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ഈ മാതാപിതാക്കളെ ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തം അവർ ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്തു. അതിനുശേഷം കുഞ്ഞ് സ്വർഗത്തിലേക്ക് യാത്രയാകുകയാണ്. അങ്ങനെ വളരെ പെയിൻഫുള്ളായിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ കിയാര പറയുന്നത് താൻ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഈ ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്ന ആ ഒരു സെലിബ്രേഷൻ മോഡ് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. കാര്യം ആ കുഞ്ഞിനെ ജീവനോടെ എടുത്ത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനായിട്ട് തനിക്ക് സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു ആനന്ദം ഞങ്ങൾക്ക് ഉണ്ടെന്ന് അവൾ വളരെ അഭിമാനത്തോടെ പറയുന്നു. ഇതിനുശേഷം അവൾ രണ്ടാമതും പ്രഗ്നൻ്റ് ആകുന്നു. രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഏകദേശം ഇതിന് സമാനമായ കോംപ്ലിക്കേഷൻസ് കിയാരയുടെ ആ ഒരു സ്കാനിങ്ങിൽ പറയുന്നുണ്ട്. അതൊരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ അവർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സ്കാനിങ്ങിൽ വീണ്ടും അവൻ്റെ കാലുകൾ ഒക്കെ മിസ്സിങ് ആണെന്നാണ് കണ്ടെത്തിയത്.
അപ്പോൾ ഈ കുഞ്ഞും ന് കുറേ വേറെ പല ഡിഫക്ട്സും ഒക്കെ ഇവർ പ്രഗ്നൻസിയിൽ പറഞ്ഞു. പക്ഷേ ഈ കുഞ്ഞിനെയും ഇതുപോലെ തന്നെ മരിയയെ പോലെ തന്നെ അവർ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആ ഒരു കുഞ്ഞിനെ സ്വീകരിച്ചു. ആ കുഞ്ഞും അധികം ജനിച്ച ശേഷം അധികം കഴിയാത്ത നാളുകൾക്ക് ഉള്ളിൽ തന്നെ ആ കുഞ്ഞും സ്വർഗത്തിലേക്ക് യാത്രയായി. അവരവന് ഡേവിഡ് എന്നാണ് പേരിട്ടത്. അങ്ങനെ ഈ 2 പ്രഗ്നൻസിയിലും കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകിയെങ്കിലും അവരിൽ നിന്ന് കർത്താവ് ആഗ്രഹിച്ചത് ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു ലോകത്തുള്ള ആ ഒരു വളരെ ചുരുങ്ങിയ യാത്രയിൽ അവരോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് അവർ വിശ്വസ്തയോടുകൂടി അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കിയാരെ സംബന്ധിച്ചിടത്തോളം ഇത് കുഞ്ഞ് ഉദരത്തിൽ രൂപം പ്രാപിച്ച ആ ഒരു നിമിഷം മുതൽ അതൊരു പൂർണ്ണ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞത് അതൊരു ജസ്റ്റ് ഒരു 7 months ഫീറ്റസ്, അത്രേ ഉള്ളൊരു 7 മാസം വളർച്ചയുള്ള ഒരു മാംസപിണ്ഡം മാത്രം എന്നാണ് അവരുടെ കണ്ണിൽ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ആ ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപം പ്രാപിക്കുന്ന ആ ഒരു സെല്ല് ഫോം ചെയ്യുന്ന ആ ഒരു നിമിഷം മുതൽ അതൊരു പൂർണ്ണ മനുഷ്യൻ തന്നെയാണ്, അതൊരു മനുഷ്യജീവൻ തന്നെയാണ്. അപ്പോൾ അതേ വിലയോടുകൂടി തന്നെ ആ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് അവരെ സ്വീകരിക്കാനായിട്ട് അവരുടെ ആ ഒരു ചുരുങ്ങിയ യാത്രയിൽ ജീവിതയാത്രയിൽ അവരെ അനുയാത്ര ചെയ്യുവാനായിട്ട് എൻറിക്കോയും കിയാരയും പരിശ്രമിച്ചു. ഇതിന് ശേഷമാണ് കിയാരയുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇത്രയും കൊണ്ട് തീർന്നു. പക്ഷേ കിയാരയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവം പിന്നെ നടക്കുന്നത് ഇതിന് ശേഷമാണ്. അവളുടെ 3ാമത്തെ പ്രഗ്നൻസിയിൽ ഫ്രാൻസിസ്കോയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ആണ് അവൾക്ക് ഇങ്ങനെ ഒരു നാക്കിൻ്റെ അടിയിലൊരു ട്യൂമർ ഡയഗ്നോസ് ചെയ്യുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് അത് കൂടുതൽ നടത്താൻ അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ കണ്ടെത്തി കിയാറയ്ക്ക് ക്യാൻസറാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഈ കുഞ്ഞിനെയും അബോർട്ട് ചെയ്യണം. ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത് കുഞ്ഞിനെ കളഞ്ഞിട്ട് കിയാറയുടെ ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കിയാരയുടെ ജീവൻ അപകടത്തിലാകും എന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയാം കിയാര എത്രത്തോളം ഒരു തൻ്റെ ആ ഒരു ഫെയ്ത്തിൽ, തൻ്റെ വിശ്വാസത്തിൽ, തൻ്റെ എത്തിക്സിലൊക്കെ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതും അവളെ കാര്യമായിട്ട് അവളുടെ വിശ്വാസത്തിനെ ബാധിക്കാനായിട്ട് അവൾ അനുവദിച്ചില്ല. അവൾ തീരുമാനിച്ചു തനിക്ക് എന്ത് ക്യാൻസറാണ് എന്താണെങ്കിൽ കൂടിയും തൻ്റെ ഉദരത്തിലെ കുഞ്ഞിനെ ദോഷം വരുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാം എങ്ങനെയുള്ളതാണെന്ന്. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞ നാൾ ഉറപ്പായിട്ടും ഉദരത്തിലുള്ള കുഞ്ഞിനെ അത് സാരമായിട്ട് ബാധിക്കും. കുഞ്ഞിൻ്റെ ജീവന് വരെ അത് അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിയാര പറഞ്ഞു ഞാനിപ്പോൾ സർജറിയും ചെയ്യുന്നില്ല, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഈ പ്രഗ്നൻസി ഞാൻ തുടർന്നുകൊണ്ട് പോവുകയാണ്, അതിനുശേഷം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാമെന്ന് കിയാര പറയുന്നു. അതിനുശേഷം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാമെന്ന് കിയാര പറയുന്നു. 2011 ഫ്രാൻസിസ്കോ ജനിക്കുകയാണ്. പിന്നീട് കിയാരയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. ഫ്രാൻസിസ്കോ വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞായിരുന്നു. അവനിപ്പോഴും വളരെ നന്നായി തന്നെ ജീവിക്കുന്നു. അങ്ങനെ കിയാരയുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. പക്ഷേ അവൾക്ക് ഈ ഒരു ക്യാൻസർ ആ സമയമായപ്പോഴേക്കും വഷളായി തുടങ്ങിയിരുന്നു. ആ സമയത്ത് അവൾക്ക് ആദ്യം ഡയഗ്നോസ് ചെയ്തപ്പോൾ നാവിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ ക്യാൻസർ വഷളായി. അപ്പോൾ നമ്മൾ കിയാരയുടെ ചിത്രം നമ്മൾ നെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഒരു കണ്ണ് മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഒരു നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എടുത്താണ്. പക്ഷേ കിയാരയ്ക്ക് തൻ്റെ ക്യാൻസർ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിയതിൻ്റെ ഏകദേശം ഒരു 10 ദിവസം അതിനുള്ളിൽ എടുത്ത ഒരു ചിത്രമാണത്. അപ്പോൾ അത്രത്തോളം അവൾ ജോയ്ഫുള്ളായിരുന്നു. തനിക്ക് എത്രയേറെ സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവൾക്ക് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ആ ഒരു സഹനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ധൈര്യം എല്ലാം അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് അവളതെല്ലാം സ്വീകരിച്ചതെന്നും അതോടൊപ്പം തൻ്റെ യാത്ര എങ്ങോട്ടാണെന്നും താൻ എവിടേക്കാണ് പോകുന്നതെന്നും അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കിയാരയുടെ ആ ഒരു ത്രൂ ഔട്ട് പിന്നീട് അവളുടെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമുള്ള ഓരോ സമയവും കിയാര വളരെ സന്തോഷത്തോടു കൂടിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കിയാരയുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, അവൾ മനുഷ്യജീവന് എത്രത്തോളം വില കൊടുത്തിരുന്നു എന്നുള്ളത്.
അത് കൂടാതെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി നമുക്ക് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിൽ കൂടിയും അത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത കാണിക്കണം എന്നുള്ളതും കിയാര നമ്മളെ പഠിപ്പിക്കുന്നു. 2012 കിയാര ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയാണ് ക്യാൻസറിന് കീഴടങ്ങി. പക്ഷേ കിയാരയുടെ ജീവിതം ആ ഒരു മരണാനന്തര ചടങ്ങെന്ന് പറയുന്നത്, ആ അടക്ക ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു ദുഃഖം നിറഞ്ഞ ഒന്നായിരുന്നു. നമ്മൾ സാധാരണ ഒരു മരണ വീട്ടിൽ കാണുന്നത് പോലെയുള്ള ഒരു ശോകമൂകമായിട്ടുള്ള ഒരു യാത്രയയപ്പല്ലായിരുന്നു അത്. കാര്യം നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും, വളരെ വലിയൊരു ജനത്തിരക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു സമയത്ത്. നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ കിയാരയുടെ ഒരു ഫ്യൂണറൽ സർവീസിനെ കുറിച്ചൊക്കെ അതിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയൊരു ജനത്തിരക്കുണ്ട്, പക്ഷേ അതൊരു ജോയ്ഫുള്ളായിരുന്നു. എല്ലാവർക്കും ഇങ്ങനൊരു ബോധ്യം കൊടുത്തിരുന്നു, അതായത് നമ്മളുടെ ഈ ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാനമല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതം, അതിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. കിയാരയുടെ ഭർത്താവ് എൻട്രിക്കോ അവളുടെ ആ ഒരു ഫ്യൂണറൽ സർവീസിൻ്റെ സമയത്ത് ഗിറ്റാർ വായിച്ച് പാട്ടൊക്കെ പാടി വളരെ ആനന്ദത്തോടു കൂടിയാണ് അവളെ യാത്രയാകുന്നത്. ഒരുപക്ഷെ മനസ്സിൽ വേദന ഉണ്ടായിരുന്നു ഇരിക്കും, പക്ഷേ എന്നിരുന്നാൽ കൂടിയും കർത്താവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം അവൾക്ക് മാത്രമല്ല, താൻ ആരെയൊക്കെ കണ്ടുമുട്ടിയോ അവരിലേക്കെല്ലാം ആ ഒരു വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് കിയാര പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധ ജിയന്ന ബെറേറ്റ മോളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു ജീവിതം തന്നെയായിരുന്നു ജിയന്നയുടേതും. തൻ്റെ ഉദരത്തിലെ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രഗ്നൻസി ഫുള്ള് പൂർത്തിയാക്കിയ ശേഷമാണ് ജിയന്ന എന്ന് പറയുന്ന അമ്മയും ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുന്നത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധ ജീവിതമായിരുന്നു. വിശുദ്ധരായ അമ്മമാരാണ് ഇവരെല്ലാം. കിയാര മരണപ്പെടുന്നത് തൻ്റെ 28ാമത്തെ വയസ്സിലാണ്. വളരെ ചെറുപ്പക്കാരിയായ ഒരു അമ്മയായിരുന്നു കിയാര. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ കിയാരയുടെ ഒരു അതിനുശേഷമുള്ള ഈ 18 വയസ്സ് മുതൽ ഈ ഒരു മരണസമയം വരെയുള്ള ആ ഒരു കാലഘട്ടം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഇത്രയും ചെറുപ്പക്കാരിയായ ഒരു കുട്ടിയിൽ എത്രത്തോളം ആഴമായ ഒരു വിശ്വാസം, ദൈവവിശ്വാസവും അതുപോലെ ഇപ്പം തന്നെ മൊറാലിറ്റിയും എത്തിക്സും ഒക്കെ എത്രത്തോളം ആഴപ്പെട്ടിരിക്കുന്നു, അവൾ അതിനുവേണ്ടി എത്രത്തോളം ധീരതയോടെ നിലനിന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു കേരളത്തിൽ തന്നെ ഇതുപോലെ ക്യാൻസർ വന്ന് മരണപ്പെട്ട ഒരു അമ്മയുടെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. അതായത് അവർ ഇതുപോലെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു, ഉദരത്തിലെ കുഞ്ഞ് ഉള്ള സമയത്താണ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു കുഞ്ഞിനെ വളർത്തുവാനായിട്ട് നല്ല മനസ്സുള്ള ആർക്ക് വേണമെങ്കിലും സാധിക്കും, പക്ഷേ ആ കുഞ്ഞിനെ ലോകത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടുകൂടി തന്നെ ആ ഒരു കുഞ്ഞിനെ സന്തോഷത്തോടെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അമ്മയാണ് സ്വപ്ന ട്രേസി എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ ഒത്തിരി അമ്മമാർ ഇതുപോലെ ഇൻസ്പയറായി ജീവൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട്, ഉദരസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട അമ്മമാർ, വിശുദ്ധരായ അമ്മമാർ ഇന്ന് ലോകത്തിലുണ്ട്. ഇവരുടെ മാധ്യസ്ഥം നമുക്കും യാചിക്കാം. അവരുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഇന്ന് അബോർട്ട് ചെയ്യപ്പെടുന്ന അനേകം ഉദരസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയിട്ട് യാചിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.